സുഹൃത്തുക്കളെ, ഫെബ്രുവരി 24 ഞാൻ ഇവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് പോകുന്നത്. പോയിച്ച് 2 ദിവസം കഴിഞ്ഞ് ആദ്യം എൻ്റെ വോട്ട് പോയി, പിന്നെ പാസ്പോർട്ടും പോയി. ഞാൻ മഞ്ഞാൻ തിരിച്ചു വന്നു. ഇന്ന് വീട്ടിൽ കപ്പും കൊണ്ട് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. വോട്ടും പോയി, പാസ്പോർട്ടും പോയി, കപ്പുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡൽഹിയിൽ വളരെ നാളായിട്ട് താമസിക്കുന്ന ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ദില്ലി ദാലി എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ്, വളരെ നല്ല പോഡ്കാസ്റ്റാണ്. നിങ്ങളെല്ലാവരും അത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഈ പോഡ്കാസ്റ്റിലൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട, എൻ്റെ ജനറേഷനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, 40 സെക്കൻഡിൽ വളരെ അമൂല്യമായ പാഠങ്ങൾ നമുക്ക് നൽകിയ ഒരു ജനറേഷന് മുന്നിൽ ഈ 40 മിനിറ്റ് എടുത്ത് പ്രസംഗിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് എന്നെ സംബന്ധിച്ചുള്ള ജന്തർമന്ദറിൽ എന്നെ പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്ന ഒരു മുൻ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. കാര്യം ഈ അവിടെ ജന്തർമന്ദറിൽ നിന്നുള്ളൊരു പാഠം, നമ്മൾ പലരും പറഞ്ഞു ഗോദി മീഡിയയെ അറ്റാക്ക് ചെയ്തു, അതൊക്കെ നടന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സൂക്ഷ്മമായുള്ള മറ്റൊരു കാര്യം, ആ കുട്ടികൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ഞങ്ങൾ ഗോദി മീഡിയ മാത്രമല്ല, ഞങ്ങളൊരു വലിയ മൈക്ക്, ഒരു വലിയ ക്യാമറ, ഇത് കാണുമ്പം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന യുവർ പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ഏറ്റവും ചെറിയ മൈക്ക്, ഏറ്റവും ചെറിയ ബ്ലൂടൂത്ത് അത് ഉള്ളവർ, അത് മൈക്കിൽ ലേബൽ ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരോട് സംസാരിക്കാനാണ് ഈ കുട്ടികൾ താല്പര്യമെടുത്തത്. എന്ന് മാത്രമല്ല, ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട പല റിപ്പോർട്ടേഴ്സിനും, അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഹെക്കിൾ ചെയ്യപ്പെട്ടതെന്ന് പറയുന്ന പല റിപ്പോർട്ടേഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു റിപ്പോർട്ടർ വളരെ നല്ലൊരു റിപ്പോർട്ടറായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പലപ്പോഴും ജോലിയുടെയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ട് നമ്മളെല്ലാവർക്കും പുരോഗമനമായിട്ടോ അല്ലെങ്കിൽ സെക്കുലറായിട്ടുള്ള മാധ്യമങ്ങളിൽ ജോലി ചെയ്യണമെന്ന് നിർബന്ധിച്ചാൽ പറ്റില്ല. എവിടെ ജോലി കിട്ടും? അദ്ദേഹം അബദ്ധവശാൽ അദ്ദേഹം അങ്ങനത്തെ ഒരു ഗോദി മീഡിയ ഒരു ചാനലിലായിപ്പോയി. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന റിപ്പോർട്ടിങ്, പ്രത്യേകിച്ച് 2020 ഈ കോവിഡ് സമയത്ത് മൈഗ്രന്റ് തൊഴിലാളികൾ നടന്നു പോയതിനെ കുറിച്ചൊക്കെ ഇത്രയും വലിയ നാഷണൽ വാർത്തയാകാത്ത അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്. പക്ഷെ അദ്ദേഹം ഇവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കയ്യിലിരിക്കുന്ന അതിനകത്ത് മൈക്ക് ലേബല് ഈ പറയുന്ന ഒരു ഗോദി മീഡിയയുടെ ഒരു ചാനലിന്റെ കണ്ട് ഈ പിള്ളേരെ അയാളെ കൂക്കി വിളിക്കുകയും ചെയ്തു. പക്ഷെ ആ കുട്ടികൾ എപ്പോഴാണത് മനസ്സിലാക്കിയത്, അവര് അദ്ദേഹത്തോട് മാപ്പ് പറയാനുള്ള സന്നദ്ധത കാണിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ മാസ്റ്റർഡ് നമ്മളെ നമ്മുടെ പത്രത്തിന്റെ പേര് അത് വെച്ച് ചമ്പൂറ്റം കൊള്ളുന്ന ഒരുപാട് പത്രക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. കുട്ടികൾ തെളിച്ചു. നിങ്ങളുടെ മാധ്യമത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി പോലും ആ പത്രവുമായിട്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ അത് കുറച്ചൊക്കെ ഒരു ക്രൂരമാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് EMI അടയ്ക്കണം, അവയെന്നും പറഞ്ഞ ഇപ്പോൾ നമ്മുടെ മുതലാളി സെക്യൂരിറ്റി അല്ലാതെന്ന് പറഞ്ഞ് ജോലി കളഞ്ഞിട്ട് പോകണം, മണ്ടത്തരമാണ്. പക്ഷെ അപ്പോൾ അതിന് ഞാനൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ പറയുന്ന തെറ്റിൽ അവർ തിരിച്ചൊരു ഭയങ്കരമായിട്ടൊരു അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ശരിക്കും ഔട്ട്ഡേറ്റഡ് ആയി. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചത്, ഡ്രഗ്സ് വിൽക്കുന്ന ഒരു കമ്പനിയിലാണ്, അതായത് മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നു, ഒരുപാട് ശമ്പളം ഉണ്ടാക്കുന്നു, നിങ്ങളിവിടെ ജോലി ചെയ്യുമോ? അപ്പം ഇല്ല, ജോലി ചെയ്യില്ല. അതുപോലെ അതിനെക്കാട്ടി വിഷമല്ലേ ഈ മാധ്യമ പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത്? മറ്റെന്തെങ്കിലും ജോലി തേടുക, മറ്റെന്തെങ്കിലും ജോലി. ചിലപ്പോൾ ജോലിയില്ല, തൊഴിലില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ ചേരുക എന്നുള്ള അവർക്ക് ആ പാഠങ്ങൾ വളരെ ക്ലിയർ ആണ്. അവരുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുന്ന നമുക്ക് അറിയില്ല. അറ്റ്ലീസ്റ്റ് ദേ ക്ലിയർ അബൌട്ട് ഇറ്റ്. അപ്പം ഞാനിവിടെ വളരെ ചുരുക്കം. അപ്പം എൻ്റെ പ്രശ്നത്തെ ചന്ദ്രപത്തിനെങ്കിൽ അദ്ദേഹം സംസാരിക്കും, ഹി ഹാസ് എവരി റൈറ്റ് ടു ഇറ്റ്. നമ്മൾ ഈ ഈസ്റ്റ് ചെറിയിരുന്നിട്ട് അമ്മാവൻ സ്റ്റൈലിൽ ഉപദേശിക്കുന്നത് ശരിയല്ല. ദേ വിൽ ലെറ്റ് us വാട്ട്. അപ്പം എൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യയിലെ, ഞാൻ മാധ്യമത്തെക്കുറിച്ച് ഇന്ത്യയിലെ അറ്റ്ലീസ്റ്റ് 4 പ്രധാനപ്പെട്ട പത്രങ്ങളുടെ അതിൽ 2 പത്രാധിപരുമായിട്ടും മറ്റ് 2 വളരെ സീനിയർ ലെവലിലുള്ള 2 ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് എൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ഇതറിയായിരുന്നു, എൻ്റെ പാസ്പോർട്ട് എന്തുകൊണ്ടാണ്. പക്ഷേ പറഞ്ഞത് അത് യാതൊരു താല്പര്യം കാണിച്ചില്ല. മാത്രമല്ല, അപ്പം എൻ്റെ കാര്യം എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇത് അന്വേഷിക്കും. ഇങ്ങനെ ഒരു പാസ്പോർട്ട് ഒരാളെ SIR-ൽ നിന്ന്, ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റുകയാണെങ്കിൽ, പാസ്പോർട്ട് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല വോട്ടേഴ്സിൽ ലിസ്റ്റ് പേരുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടുമോ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ പുറത്തു പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ ഇപ്പോൾ പുറത്തു പോകുന്നില്ല. അപ്പോൾ പാസ്പോർട്ട് ആക്ട് അനുസരിച്ച് അതിനകത്ത് ഇല്ല. അപ്പം ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഗവൺമെന്റ് മെമ്മോ അയച്ചിട്ടുണ്ടോ? ഇത് പത്രക്കാർ വിചാരിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മളൊരു സാധാരണ പൗരൻ, ഞാനൊരു മുൻ പത്രപ്രവർത്തകൻ, എൻ്റെ അടുത്ത് പോടാവുമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ 3 ദിവസം അന്വേഷിക്കാൻ പോയി. എൻ്റെ അടുത്ത് ഇനി ഇവിടെ വരരുതെന്ന് പറയാൻ വളരെ മര്യാദയ്ക്ക് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഈ വന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ പറയില്ല എന്ന്. അപ്പം പത്രക്കാർക്ക് മാത്രം. അപ്പം അതുപോലും ചോദിക്കാനുള്ള ഒരു ആർജവം കാണിക്കാതെ. പിന്നീടാണ് മനസ്സിലായത് കാര്യം,
ഇവരാരും ഈ എഡിറ്റേഴ്സ് ആരും അവർക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് അവരുടെ പാസ്പോർട്ടൊന്നും അഫക്റ്റഡ് ആവാൻ പോകുന്നില്ല. അഥവാ അഫക്റ്റഡ് ആയാൽ തന്നെ അവർക്ക് ആരെ വിളിച്ച് പറയണം, ഏത് മന്ത്രി വിളിക്കണം, ഏത് പോലീസ് വിളിക്കണം, അവർക്ക് അങ്ങനെ ഉറപ്പുണ്ട്. അതുകൊണ്ട് ദേ ഡോണ്ട് കെയർ എ ഡാം ഉള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലെസൺ അതിനകത്ത്. പിന്നെ വന്നത് ഇന്നലെ കേൾക്കുന്നു IIT കാൺപൂരിൽ PhD സ്കോളറായിട്ട് 37,000 രൂപ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉള്ള ഒരു ഇതിലേക്ക് കൽക്കട്ടയിലെ ആയാസ് മുഹമ്മദ് ആയൻ ആയാസ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി IIT കാൺപൂരിൽ ഏറ്റവും നല്ല കാൺപൂർ അവിടെ എല്ലാ ക്വാളിഫിക്കേഷനും കൂടെ അഡ്മിഷൻ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് അവർ ചോദിക്കുക, നിങ്ങൾ ആലോചിക്കുക, IIT അഡ്മിഷൻ ചോദിക്കുക വോട്ടർ ID കാർഡ് എവിടെ? അപ്പോൾ ഇയാളുടെ പേര് SIR ഡിലീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അഡ്മിഷൻ അവർ കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ ഇന്നലെ ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതി കോടതി എന്നാണ് പറയുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് SIR ട്രൈബ്യൂണൽ ഇദ്ദേഹത്തിന്റെ കേസ് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുക്കണം, അല്ലാതെ ഇദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. SIR ട്രൈബ്യൂണൽ ഇദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തപ്പോൾ ഇതുപോലെ ഒരുപാട് റേഷൻ കാർഡ് നഷ്ടപ്പെടുന്ന ഭയക്കുന്നവര്, അവിടെ ഈ വനിതകൾക്ക് മാസം 3,000 രൂപ നൽകുന്ന ഒരു സ്കീമുണ്ട്, അന്നപൂർണ സ്കീം. അപ്പോൾ അതിനകത്ത് SIR നിന്ന് പേര് വെട്ടപ്പെട്ടവരും അപ്പീൽ കൊടുക്കാത്തവരുടെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ കാസ്റ്റ് ജാതി സർട്ടിഫിക്കറ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ സ്റ്റേജായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കഴിഞ്ഞ കേരള തെരഞ്ഞെടുപ്പിൽ SIR എന്നൊരു വാക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ഷൻ മീറ്റിംഗിൽ കേട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇത്രയും ഭീകരമായിട്ട് ലോകത്ത് ഒരിടത്ത് നടക്കുക, ചരിത്രത്തിൽ ഒരിടത്ത് നടക്കാത്ത തരത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ, 27 ലക്ഷം പേരാണ് ബംഗാളിൽ മാത്രം 27 ലക്ഷം പേരാളുടെ അപ്പീലാണ് കെട്ടിക്കിടക്കുന്നത്, അവരുടെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ. അപ്പൊ ഇതിന് 27 ലക്ഷം അപ്പീലുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി വരുന്ന 19 ട്രൈബ്യൂണലാണ് നിയമിച്ചിരിക്കുന്നത്. ഈ 19 ട്രൈബ്യൂണലിൽ 2 ജഡ്ജിമാര് രാജിവെച്ച് പോയി. അപ്പൊ ആകെ 17 ട്രൈബ്യൂണൽസ് ആണ് ഇപ്പൊ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ നമ്പർ 27 ലക്ഷം അപ്പീലൻസ് ഉണ്ട്, 17 ട്രൈബ്യൂണൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ജൽപായ്ഗുരി ബെഞ്ച് പറഞ്ഞത്, കൽക്കട്ട ഹൈക്കോടതി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ വേഗതയിലാണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ 21 വർഷം എടുക്കും ഇത് അപ്പീൽ ക്ലിയർ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ബംഗാൾ ഇലക്ഷനിൽ. ഇനി കഴിയുന്ന അടുത്ത 4 ഇലക്ഷൻ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല ഇതിനുള്ള പലരും. പക്ഷെ ഇതൊരു പ്രശ്നമല്ലേ ഇന്ത്യ പോലെ ഡെമോക്രസിയിൽ? ഇതിനെക്കുറിച്ച് നിങ്ങൾ കേരളത്തിൽ ഒരു പ്രകടനം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? നമ്മളൊരു കൂപമണ്ഡപമായി മാറുകയല്ലേ? ഇവിടെയുള്ള വളരെ ചെറുതെന്നും പറയുന്നില്ല, വളരെ മൈക്രോ പ്രശ്നങ്ങളിൽ മാത്രം വളരെയധികം സംസാരിക്കുകയും മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് ഞാൻ പച്ചയ്ക്ക് പറയാണ്, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടി പോലെ. ഞാൻ പറഞ്ഞ പേര് അദ്ദേഹം ഒരു മുസ്ലിമാണ്. പിന്നെ അതുപോലെ ഷൊണാലി ഖാത്ത് എന്നൊരു പെൺകുട്ടി ഒരു ഗർഭിണിയെ പിടിച്ചുകൊണ്ടുപോയി ബോർഡറിന് ബംഗ്ലാദേശിൽ തള്ളുകയും പിന്നീട് അവരെ തിരിച്ചുകൊണ്ടുവരുകയും അവരുടെ ഹസ്ബൻഡ് 331 ദിവസം ബംഗ്ലാദേശ് ജയിലിൽ കിടന്നിട്ട് വീണ്ടും തിരിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോഴും അവരുടെ പൗരത്വം നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് കേന്ദ്രം പറയുന്നത് ഞങ്ങൾ അവരുടെ സ്റ്റേറ്റസ് പരിശോധിക്കുക. അതായത് 330 ദിവസം ബംഗ്ലാദേശ് ജയിലിൽ അങ്ങോട്ട് തള്ളി അവിടെ അവരെ ജയിലിലിട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇനിയാണ് പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ നിയമം എന്താണ്, ഇങ്ങനെ ആരെങ്കിലും പിടിച്ചൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവരെ ഏതാണ് ഹോം സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ആ ഹോം സ്റ്റേറ്റിലെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് 30 ദിവസം അവർക്ക് അവരെ കേൾക്കാനുള്ള സമയം കൊടുത്ത ശേഷം മാത്രമേ അവരെ പുറത്തു കൊണ്ട് വേറെ മറ്റു രാജ്യങ്ങൾക്ക് അയക്കാവൂ. ഇവിടെ നമ്മൾ ചെയ്തതെന്നാണ്, ഈ പറഞ്ഞ സ്ത്രീയെ പൂർണ്ണ ഗർഭിണി, അവരുടെ ഭർത്താവ് 8 വയസ്സുള്ള മകൻ, പൂർണ്ണ ഗർഭിണി 3 മാസം ഗർഭിണി, അവരുടെ മകൻ 8 വയസ്സുള്ള മകൻ, ഭർത്താവ്, ഇവര് 6 ദിവസം ഡൽഹിയിൽ നിന്ന് പിടിച്ച അവർ വളരെ ദരിദ്രരായവരാണ്. അല്ലാതെ ഏറ്റവും ഈ ആക്രി സാധനങ്ങൾക്ക് പെറുക്കി ജീവിക്കുന്നവരും അവർ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നവരും പിടിച്ചുകൊണ്ട് തള്ളുക. ആലോചിച്ച് നോക്ക്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടോ? ഇവർക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങൾ പറഞ്ഞ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഈ സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ്, അതായത് നമ്മൾ മറ്റു വലിയ കാര്യങ്ങൾ പറയുക, ഇതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, നരേന്ദ്രമോദിയുടെ പേര് പറയാതിരിക്കുക, അമിത്ഷായുടെ പേര് പറയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സേഫായിട്ട് പോയിക്കൊണ്ടിരുന്നതിൻ്റെ നമുക്കും കിട്ടിയ ഒരു ചെകിട്ടത്തടിയാണ് ജന്തർമന്ദർ നടന്ന സംഭവം. അതൊരു ഓർമ്മയാണ്, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും എന്ന് പറയും. വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഞാൻ ചില ഒബ്സർവേഴ്സ് പറയുന്ന കേട്ടു, ഈ ജനറേഷന് ദലുലു, സുലുലു ഇങ്ങനെയൊക്കെ പറയുന്നവരാണ്. അങ്ങനെയൊന്നും നമ്മളങ്ങനെ അങ്ങനെ ഒരു അവരുടെ ഭാഷ മാത്രമല്ല, അവർ വളരെ പൊളിറ്റിക്കലി അവറായിട്ടുള്ള ഒരു ജനറേഷനാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന, അവർ വേറൊരു സർക്കാരിനെ കണ്ടിട്ടില്ല. അവർക്ക് 6, 7, 8 വയസ്സിന് ശേഷം
എന്ന് പറഞ്ഞാൽ അവരൊരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ അവർ നരേന്ദ്രമോദി ഗവൺമെന്റിലെ മറ്റൊരു ഗവൺമെന്റിനെ കണ്ടിട്ടില്ല. ചരിത്രത്തിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പ്രൊപ്പഗൻഡ മെഷീനാണ് കഴിഞ്ഞ 12 വർഷമായിട്ട്. ഇത്രയും റിസോഴ്സസ് ഉള്ള, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ മെഷീൻ നാസി ജർമ്മനിയിൽ പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ കുട്ടികൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഗോദി മീഡിയ മറ്റുള്ളവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ കുട്ടികൾ എങ്ങനെ കാര്യം മനസ്സിലാക്കിയത് എനിക്കറിയില്ല എങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ പഠനങ്ങൾ നടത്തും ഈ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കാര്യം ഇതിൽ നിന്നാണ് നമുക്ക് പാഠങ്ങൾ ഉൾപ്പെടുന്നത്. അത് പഠിക്കാതെ നമ്മൾ വീണ്ടും ഈ അമ്മാവൻ സ്റ്റൈലിൽ ഈസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെ അനലൈസ് ചെയ്ത് ഓരോരോ പോക്കറ്റിലാക്കാൻ ശ്രമിക്കാതെ ഇതൊരു വളരെ വലിയ ചോദ്യമാണ്. ഈ കുട്ടികൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ബ്രെയിൻ വാഷ്, RSS ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം നടന്നാണ് നമുക്ക്. എന്നിട്ടും ഹൗ ഡിഡ് ദേ ബിക്കം സോ അവെയർ? കാരണം അവെയറാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് അവർ വളരെ സെൽഫിഷാണ്, അവരുടെ നീറ്റ് പരീക്ഷ ലീക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ. പക്ഷെ അവരുടെ പ്ലേ കാർഡിൽ കാണിച്ച അങ്ങനെയല്ല, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആ പ്ലേ കാർഡിൽ അവർ പറഞ്ഞത്. ഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പ്ലേ കാർഡിൽ പറഞ്ഞു ഈ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി നമ്മുടെ പൈസ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുകയാണ്. ഇത് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ അല്ലേ? നമ്മുടെ ആലോചിച്ച് നോക്കിയത്, ഇത് ഒരു പത്ര എഡിറ്റോറിയലോ ഒരു ടെലിവിഷൻ ചർച്ചയോ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു കുട്ടി ജന്ത്രമന്ദിറിന്റെ നടയിൽ നിന്നിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക, അവിടെ കൊടുക്കുക. അപ്പോൾ ഒരു ഗോദി മീഡിയ ഒരു മനുഷ്യൻ വെച്ചിട്ട് വേറൊരു ഗെറ്റിംഗ് ദ ഫണ്ടിങ് പറഞ്ഞ് നിരന്തരം, അതും വളരെ ധിക്കാരത്തോടെ ഇവരെ ഇകഴ്ത്തുക എന്നുള്ളതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തിരിച്ചു ചോദിച്ചു, അത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രധാനമന്ത്രി 15 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ 2 ദിവസവും വിട്ടിരുന്നു. ഇത് പറഞ്ഞാൽ പിന്നെ ഇവനെന്ത് മറുപടി പറയും ഗോദി മീഡിയ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞ അതിനകത്തിന് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊരു വേറെ ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞ് നടക്കാം. വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരാൻ 30 രൂപ റെയിൽവേ മെട്രോ ടിക്കറ്റ് അത് പാകിസ്ഥാൻ തന്നു, ഇനി തിരിച്ചു പോകണമെങ്കിൽ ബംഗ്ലാദേശിൽ 40 രൂപ വരണം, വന്നില്ലെങ്കിൽ നേപ്പാളിൻ്റെ അടുത്ത് ചോദിക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവന്മാർക്ക്, അപ്പം ഞാൻ പറയുന്നത് പുതിയ കമ്മ്യൂണിക്കേഷൻ, പുതിയ ക്രമം. ഇത് പത്രങ്ങൾക്കാണ് ഏറ്റവും വലിയ ചലഞ്ച് വരാൻ പോകുന്നത്. നമ്മുടെ കാര്യം കുട്ടികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ പത്രങ്ങളോ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളോ ടെലിവിഷൻ ചാനലോ കാണുന്നില്ല എന്നുള്ളത്. അവർ കാണുന്നില്ല തെളിവാണ് നല്ല പത്രക്കാരെ പോലും അവർ ഈ ലേബിൽ കാണുമ്പം അവർ കൂക്ക് വിളിക്കുന്നത്. അപ്പം ഇതൊരു വളരെ വലിയൊരു സിഗ്നലാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും സിഗ്നലാണ്. അപ്പൊ അതിനകത്ത് വേറെ ഒരുപാട്, ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതെന്നോ സുദീർഘമായ ലേഖനങ്ങൾ എഴുതുന്നോ അതെല്ലാം വേണം, ആവശ്യമുണ്ട്. പക്ഷെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി മറ്റു കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് വലിയൊരു പാഠമാണ്. അത് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നു.